സാൻഡി സാൻഡി ഒരു ദാക്ഷണ്യ വേണ്ട. ഗൈസ് ലൈക്ക് ചെയ്യാത്തല്ല ലൈക്ക് ചെയ്ത് നമുക്ക് 1K ലൈക്സ് ആക്കാം. 259 ലൈക്ക് കൂടെ ഉണ്ടെങ്കിൽ 1K ലൈക്ക് ആവും. എല്ലാവരും ലൈക്ക് ഉച്ചിഹ വന്നാ ഉച്ചിഹ എന്താ ഫുഡ് കഴിച്ചില്ലേ? ഹലോ പറ ബ്രോ. സംസാരിക്കാൻ വേണ്ടി വിളിച്ച സീനല്ലേ എന്റെ ബ്രോ ഒന്ന് ആണുങ്ങളെ പോലെ ബ്രോയുടെ നമ്പറിൽ നിന്ന് വിളി ബ്രോ. എടാ ബ്രോ അത് എന്റെ പ്രൈവസി മനസ്സിലായോ? എന്നാ പിന്നെ നീ പ്രൈവസി ഉള്ളവരോട് പോയി സംസാരിക്കാം. എനിക്ക് താല്പര്യമില്ല. നിന്റെ നമ്പറിൽ നിന്ന് വിളി, അപ്പൊ സംസാരിക്കാം. നിന്റെ നമ്പറിൽ നിന്ന് വിളി. അവന്റെ പ്രൈവസി മുമ്പാൻ എന്നെ കിട്ടിയുള്ളു. എടാ വെയിറ്റ് എടാ രായണ്ണ മോനെ വണ്ടിയിട് രായണ്ണ അവര് പറഞ്ഞ എന്താന്ന് വെച്ചാ അവർക്ക് സംസാരിക്കാൻ വേണ്ടി വിളിച്ചല്ലേ, പിന്നെ എന്തിനാണ് ഇപ്പൊ സിറ്റുവേഷൻ ആക്കുന്നതെന്നാണ് അവര് ചോദിച്ചത്. ഫുഡ് കഴിച്ചാ? ഇതിനൊരു കുറവില്ലല്ലോ അവിടെ. 100 ലൈക്ക് കൂടെ ഉണ്ട്. 1K ലൈക്ക് പറ്റുന്ന എല്ലാരും ലൈക്ക്. നമുക്ക് 1K വാച്ചിങ് ഉണ്ട്. ഇതാടാ ഓടല്ലടാ, നിക്കടാ. ആണുങ്ങളെ പോലെ നിന്ന് കളിക്കടാ. പോയി അവിടെ ഇറങ്ങിക്കോ. എടാ ഇവിടെ നിർത്തേ അടി. ഡ്യൂ ഡൗൺ. വണ്ടിയിട്. എടാ പോയി തരത്തിൽ പോയി കളിയാടാ മൂഞ്ചാൻ. എനിക്ക് സ്വന്തമായിട്ട് പ്രൈവസി വേണേലേ, വേറെ ആരെങ്കിലും പോയി വിളി. എന്നാ ഗവിനെ ഊമ്പാണ്ട് വന്ന് വണ്ടി കേറാ. എന്തൊരു പയ്യണ്ടാന്ന്. ഇല്ലേ ഇപ്പൊ മൊത്തം 5 പേര് ഡൗൺ ആയില്ലേ? 6. അപ്പൊ പോലീസ്
ഏജ് എല്ലാം നോക്കിയാണ് ചെയ്യണില്ല നോക്കിയതാണ് ഇത് അവന്മാരായിട്ടാണോ ചെയ്സൊന്ന് വാവ് എടാ സാറേ ഒന്ന് ഇടിച്ചേരോ സാറേ സാറേ വേറെ ആരും തട്ടിത്തരോ ഇവരെന്താ വിത്തുകാളാണ് അമ്മ വെച്ചേ ഇപ്പൊ അവന് മുമ്പില്ലേ ഞാൻ അപ്പേ പറഞ്ഞല്ലേ സാറേ ഒന്ന് ആ സാറിന്റെ അടുത്ത് ഈ സാറിന്റെ വണ്ടി എവിടെ പോയി സാറിന്റെ വണ്ടി മതി അവനടിച്ച് കാർബി പിടിച്ച സാറാണ് എറിയാൻ തോന്നണം പക്ഷെ വേണ്ട ഗൈസ് നമുക്ക് 34 ലൈക്കോടെ 1K ലൈവ് എടാ 1K വ്യൂസ് ഉണ്ടായിട്ട് 1K ലൈക്ക് ഇല്ലടാ എന്തൊരു ഗതികേടാടാ എനിക്ക് ഇല്ല അവന്മാരിഞ്ഞ ഇല്ലല്ലോ അവന്മാര് വിട്ട് അവന്മാര് ഓൾ ഡൗൺ ആണ് CM R30 ആ ആള് വരുന്നുണ്ട് ഉച്ചിഹയുടെ വണ്ടിയാണോ അത് ഉച്ചിഹ എന്ന വണ്ടിയത് അല്ലല്ലേ എടാ എന്നെ വിളിക്കണ അവന്മാര് വിളിക്കണ ഒരു മിനിറ്റ് ഹലോ ആ ബ്രോ പറഞ്ഞു ബ്രോ പിന്നെ ആ എടാ ഞാൻ പറഞ്ഞല്ലോ നിന്റെ നമ്പറിൽ നിന്ന് ആണുങ്ങളെ പോലെ വിളി എന്നിട്ട് സംസാരിക്കാം ആ പോട്ടെ ലൊക്കേഷൻ പറ ഞങ്ങളിത് ഇവിടെ 4010 പമ്പിന്റെ അടുത്ത് ഇവ എത്തിന് നേരെ ഇങ്ങോട്ട് സാൻഡിലോട്ട് വരുന്ന റൂട്ടിലുള്ള 4010 പമ്പ് ആ ഇപ്പൊ അവന് മര്യാദക്ക് വിളിക്കാല്ലോ ആ പറ ഹലോ എന്തിനാ ബ്രോ ഇങ്ങനെ ഫയർ എന്തിനാ ചുമ്മാ ബ്രോ നിങ്ങളുടെ കൂട്ടത്തിൽ ഉള്ളവന്മാര് വന്ന് നമ്മളെ പിറ്റ് ചെയ്ത ആവശ്യം എന്താണ് ഇപ്പൊ നമ്മളെ ഈ ആ ഫോൺ വിളി കഴിഞ്ഞ് നമ്മളുടെ അടുത്ത് വന്ന് പിറ്റ് ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു ഗ്യാങ് വണ്ടിയിൽ വന്ന് പിറ്റ് ചെയ്തു ആ എന്തിന്റെ ആവശ്യം നമ്മുടെ കൂട്ടം ഗ്യാങ് വണ്ടി വേണ്ട നമ്മുടെ കൂട്ടത്തിൽ ഉള്ളവന്മാര് പോയ വണ്ടിയിൽ പിറ്റ് ചെയ്യേണ്ട ആവശ്യം ഞാൻ കാര്യം പറയട്ടെ നിങ്ങൾ ഏത് വണ്ടിയാ യൂസ് ചെയ്തോ ഗ്യാങ് വണ്ടിയാണോ അതോ ഇതാണോ രണ്ട് വണ്ടി ഉണ്ടായിരുന്നു ബ്രോ ബ്രോ ഏത് വണ്ടിയിലാ പിറ്റ് ചെയ്തെന്ന് പറ ബ്രോ അത് ചോദിച്ചു നോക്കട്ടെ എടാ നമ്മുടെ ഏത് വണ്ടിയിലാണ് ഫിറ്റ് ചെയ്തേടാ അവന്മാര് രണ്ടാമത് ഗ്യാങ് വണ്ടിയില് ബ്രോ അതൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ ബ്രോ എന്ത് പ്രൂഫ് ബ്രോ എന്താ എങ്ങനെ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇനി എങ്ങനെ ബ്രോ എന്നെ പ്രൂഫ് കാണിച്ചു തന്നെ എന്നൊരു കാര്യം ചെയ്യും ബ്രോ നിങ്ങൾ അല്ല ഞാൻ എന്താണ് ഞാൻ CCTV ക്യാമറ വെച്ചിട്ടുണ്ട് വണ്ടിയുടെ ഫ്രണ്ടിൽ ബ്രോയ്ക്ക് പ്രൂഫ് കാണിച്ചു തരാം നീ ഒരു കാര്യം ചെയ്യും നീ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിലോട്ട് നമുക്ക് സംസാരിക്കാം ഏത് ഗ്യാങ് ഹൗസ് നമ്മളെ ഗ്യാങ് ഹൗസ് താല്പര്യമില്ല അവൻ നിനക്കൊക്കെ സംസാരിക്കണേ നീ നമ്മുടെ ആ അണ്ണാണ് അവന്മാര് പറഞ്ഞ് അവന്മാർക്ക് സംസാരിക്കണം അവന്മാരുടെ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ വരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ് നിനക്കൊക്കെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ വാ എന്ന് പറഞ്ഞു അപ്പൊ അവന്മാര് പറഞ്ഞു അല്ലെങ്കിൽ നിന്നെയൊക്കെ കണ്ട എവിടെ വെച്ചാണേലും അടിക്കുക നീ അടിക്കാനെങ്കിൽ അടിക്കാൻ പറഞ്ഞിട്ടുണ്ട് വരട്ടെ അവന്മാര് അവന്മാരുടെ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ പോയി സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇല്ല സാൻഡി പെട്രോൾ വേണമെങ്കിൽ അടിച്ചോ പെട്രോൾ ഞാൻ പമ്പിന്റെ ഫ്രണ്ടിലുള്ള വണ്ടി പമ്പിന്റെ ഫ്രണ്ടിൽ അനുരാഗലോലയാമിനി ഇവിടെ പമ്പ് തട്ടിയ മുട്ടോടെ രായണ്ണ സംസാരിക്കണോ അതോ അല്ലെ വിളിച്ച് ഗ്യാങ് ഹൗസ് വരാൻ പറയാം സംസാരിക്കണോ ഏതോ അഡ്മിൻ നമ്മളെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ തോന്നിയാസം ഒന്നും പറയല്ലേ വേണ്ടല്ലോ എടാ നമ്മുടെ കൂട്ടത്തിൽ രണ്ടുപേരെന്ത് 416 18 അങ്ങനെ എന്തോ 418 ഓക്കെ അപ്പൊ ഞാൻ പറയാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ വാ ബ്രോ സംസാരിക്കാം അല്ലാണ്ട് അവിടെ വന്ന് സംസാരിക്കേണ്ട ആവശ്യമില്ല അതെ ഹലോ പറ ബ്രോയ്ക്ക് ഇപ്പൊ സംസാരിക്കണമെന്നുണ്ടോ ഹലോ അതിനാണ് ബ്രോ ഞാൻ അതാണ് ബ്രോ പറഞ്ഞേ
ഇപ്പൊ എവിടെയുണ്ട്? നമ്മള് ഗ്യാങ് ഹൗസ് ബ്രോ മാത്രം വരണമെങ്കിൽ ബ്രോ മാത്രം വരാം. ഞാൻ സംസാരിക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റുവേഷൻ ഉള്ള ഒരാളെ വിളിച്ചോണ്ട് ബ്രോ എവിടെ വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ ഗ്യാങ് ഹൗസ് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കോമൺ ഏരിയ പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് വരാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, പമ്പിന്റെ അങ്ങോട്ട് പോകാം. നമ്മുടെ എസ് പമ്പില്ല, അങ്ങോട്ട് പോകാം. നമ്മളവിടെ ഉണ്ട്. അളി അണ്ണ ഇവ കരഞ്ഞ അണ്ണ, ഇവനെന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഇവൻ ഇങ്ങനെ അല്ലായിരുന്നു എന്നോട് സംസാരിച്ചേ. ഓ ദേഷ്യത്തിൽ എന്നോട് സംസാരിച്ചോണ്ടിരുന്നവൻ. ഇവന്റെ ഇപ്പത്തെ സംസാരം കേട്ടിട്ട് എനിക്കറിയില്ല, ഏതോ കോലീഡർ എന്നാ പറഞ്ഞു. എനിക്ക് ഇപ്പൊ എന്റെ സംസാരം കേട്ടപ്പോ എനിക്ക് എന്റെ ഭാവം തോന്നുന്നു. പക്ഷെ ഞാൻ ഇവിടെ അങ്ങനെ എല്ലാം കണ്ടത് ഇതുവരെ, മനസ്സിലായോ? നിനക്കറിയാലോ അന്ന് തന്നെ അന്ന് ആ സിറ്റുവേഷൻ ആയപ്പോ പോലും അണ്ണൻ അങ്ങനെ പറഞ്ഞോണ്ടാണ് നമ്മളിത്. ഞാൻ അത് ഞാൻ ഇവരെ ഇങ്ങനെയല്ല കണ്ടത്. അവരുടെ ലീഡർ അവരെയൊക്കെ നല്ല രീതിയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഒരു ഉടക്കോ ഒന്നായിട്ട് എടുക്കാൻ പയ്യന്മാരാന്ന് തോന്നണ്ണ അവന്മാര് സംസാരിക്കുന്ന പയ്യന്മാര് വന്നിട്ട് അന്നും വന്ന് എന്റെ മുമ്പിൽ അമ്പി കളിച്ചു. ഞാൻ അത് വിശ്വസിച്ചു. അവര് പാവം ഒരിക്കൽ വിടാന്നില്ല. ഇവന്മാരെ മനസ്സിൽ നമ്മുടെ കൂട്ടത്തില് രണ്ടുപേരാണ് ആ ചത്ത്. കഴപ്പല്ലായിരുന്നു അത്. ഈ കെവിനെ നിനക്ക് എന്തിന്റെ പ്രശ്നമാണ് കെവിനെ? അല്ല അവന്റെ കയ്യിലുള്ള എല്ലാം പോവും. സത്യം എന്തിടാ കെവിനെ? കേറ്റ് വെറുതെ എടാ കോണെ അടിക്കരുത്. സംസാരിക്കാനാ വിളിച്ചത്. കാര്യമായിട്ട് എന്താന്ന് ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിച്ചാൽ മതി. ഓക്കെ. പമ്പ അവിടെ പൊട്ടിത്തെറിച്ച്. ഹലോ, പേരെന്താണ് ബ്രോന്റെ? ഹലോ, എന്റെ പേര് ജിയോ. ഓക്കെ. എടാ സിറ്റുവേഷൻ ഉണ്ടായിരുന്ന 2 രൂപ ഒക്കെ ആയിരുന്നു. അകാർത്തായിട്ട് സിറ്റുവേഷൻ തട്ടിപ്പോയിരിക്കാണോ? ഓക്കെ. അല്ല ഞാൻ ഇവിടെ എന്റെ സൈഡിൽ നിന്ന് വിളിച്ചതാ. അത് കഴിഞ്ഞതിന് ശേഷമുള്ള സിറ്റുവേഷനിലാണ്. പറഞ്ഞു. അല്ല ആദ്യത്തെ സിറ്റുവേഷൻ നമുക്ക് അറിയണ്ടേ അതെന്താണ് സംഭവം? അതല്ലേ എല്ലാത്തിന്റെ തുടക്കം. അത് സംഭവം എന്താ? അത് ഗ്യാങ് ഹൗസിലാണ്. ഗ്യാങ് വണ്ടിയിലാണോ ഫയർ ചെയ്തത്? അതെന്താടാ സിറ്റുവേഷൻ ബോബോയ് പപ്പടം? എന്തുവാടാ? സ്റ്റാർക്കാണ്. ഗ്യാങ് വണ്ടിയിലാണോ? ഗ്യാങ് വണ്ടിയിലാണോ ബിറ്റ് ചെയ്തത്? അപ്പൊ പിന്നെ എന്തിനാണ് ബ്രോ എന്റെ ഗ്യാങ് വണ്ടി ഇട്ട് ഫയർ ചെയ്തത്? അവനല്ലേ ഫയർ ചെയ്തത് ബ്രോ? ഞാൻ വൈക്കിങ്സിന്റെ സീന സംസാരിക്കാൻ വേണ്ടി അവന്റെ അടുത്ത് വന്ന് സംസാരിച്ചു. നിങ്ങൾ വൈക്കിങ്സിന്റെ കാര്യം എന്തോ സംസാരിക്കാൻ പോട്ടെ, നമ്മളുടെ രീതി വണ്ടിയിലാ ബ്രോ ഫയർ ചെയ്ത. ബ്രോ അവൻ ആ വണ്ടിയിലാണ് കേറിയിരുന്നത്. അവൻ ഫസ്റ്റ് ഏത് വണ്ടിയിലായിരുന്നു നടന്ന? ഗ്യാങ് വണ്ടിയിലായിരുന്ന ബ്രോ? അവൻ അല്ല, അവൻ ഫസ്റ്റ് ഗ്യാങ് വണ്ടിയിലായിരുന്നു. നിങ്ങളുടെ ഏജിയന്റെ വണ്ടിയിലായിരുന്നു അവൻ. വണ്ടിയിലായിരുന്നു ഫസ്റ്റ് നമ്മളെ പിറ്റ് ചെയ്യാൻ സമയത്ത് ഞാൻ ഇല്ലായിരുന്നു. അല്ല ബ്രോ ഞാൻ പറയാം. രായണ ഞാൻ പറഞ്ഞു കൊടുക്കാം ബ്രോ. 2 പേര് സിവിലിയൻ വണ്ടി ആയിരുന്നു. നിങ്ങൾ വന്ന് പിറ്റ് ചെയ്തു. അപ്പോഴാണ് സിറ്റുവേഷൻ ആയത്. അവിടെ വന്ന് സംസാരിക്കാൻ നേരത്തെ നിങ്ങളുടെ കൂട്ടത്തിൽ ഉള്ളവര് സമ്മതിച്ചില്ല. അപ്പൊ നിങ്ങൾ തിരിച്ച് വണ്ടി കയറി പോയപ്പോ ആ വണ്ടിയിൽ ഇരുന്നവനെയാണ് അടിച്ചത്. നിങ്ങളുടെ ഗ്യാങ് വണ്ടിയിൽ നിങ്ങളെ വേറൊരു ആൾക്കാരെയല്ലോ അടിച്ചത്. നിങ്ങളുടെ വണ്ടിയിൽ ഇരുന്ന് അവനെയാണ് അടിച്ചത്. അതാണ് സിറ്റുവേഷന്റെ തുടക്കം. അത് കഴിഞ്ഞാണ് പിന്നെ ഈ സിറ്റുവേഷൻ ആയത്. അതിന് ബ്രോ വിളിച്ചു ചോദിച്ചു. അങ്ങനെയാണ് സിറ്റുവേഷൻ. ബ്രോ ഈ ഗ്യാങ് ഡ്രസ്സും ഇതൊക്കെ നോക്കേണ്ട ആവശ്യം എന്താണ് ബ്രോ? എന്താണ് ബ്രോ? വൺസ് എ ഗ്യാങ് ഓൾവേസ് എ ഗ്യാങ് ആണ് ബ്രോ. അതൊന്ന് മനസ്സിലാക്കും ബ്രോ. വേണ്ട, വൺസ് എ ഗ്യാങ് ഓൾവേസ് എ ഗ്യാങ്. ഇവിടെ സിറ്റിസൺ വണ്ടിയില്ല, സിവിലിയൻസ് വണ്ടിയില്ല. നിങ്ങളുടെ മെമ്പർ ആണോ സിവിലിയൻ വണ്ടിയിൽ ഓടിച്ചത്? ഞാൻ ചോദിക്കണ സിറ്റുവേഷൻ നടന്ന സമയത്ത് ഇതൊന്നും ഗ്യാങ് ഡ്രസ് ഒന്നും അല്ലായിരുന്നല്ലോ. അല്ല ബ്രോ, അല്ല അത് നമ്മളെ ഗ്യാങ് സിറ്റുവേഷൻ ആയിട്ട് എടുത്തില്ലല്ലോ. തുടക്കമല്ലേ, നമ്മളെ ഗ്യാങ് അല്ലേ ബ്രോ? നമ്മളെ ഡ്രസ് ഇല്ലാതെ നിൽക്കുന്ന സമയത്താണ് ഈ സിറ്റുവേഷൻ സ്റ്റാർട്ട് ആവുന്നത്. അപ്പൊ നമ്മളെ ഗ്യാങ് അല്ലാതെ ആവും. പള്ളി പിടിക്കണവരല്ലേ നമുക്ക്? നമ്മുടെ ഇങ്ങോട്ട് ഫയറിങ് നമ്മളാണ്. അവൻ അടിച്ച നമ്മളാണ്. ബ്രോയുടെ മുന്നേ വെച്ചല്ലേ അടിച്ചത്? ബ്രോയുടെ മുന്നേ വെച്ചല്ലേ? പറ്റണം ബ്രോ. ആദ്യം നിങ്ങൾ സംസാരിക്കാൻ പഠിക്കുക. വണ്ടി വിറ്റ് ചെയ്തപ്പോ
വണ്ടി ഫിറ്റ് ചെയ്തപ്പോ അല്ല ബ്രോ, വണ്ടി ഫിറ്റ് ചെയ്തിട്ട് ബ്രോയോട് സംസാരിക്കാൻ വന്നപ്പോ കൂടെ ഉള്ളവൻ സമ്മതിച്ചില്ല. അല്ല മനസ്സിലായി അത് വിട് ആ. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങള് ഷോപ്പിൽ വെച്ച് നടന്നത് മാവ് മേടിക്കാൻ തരും. എന്റെ ബ്രോ ഇതല്ലേ ഇത്ര നേരം കഥ തന്നെയല്ലേ പറഞ്ഞ ഡ്രസ് ഷോപ്പിൽ വെച്ച് അടിച്ചെന്ന്. ഇനി രണ്ടാമത്തെ കേസാണ് മറ്റേ സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നടന്ന പ്രശ്നം. അത് രണ്ടാമത്തെ കേസാണ്. ഇത്ര നേരം സംസാരിച്ചോണ്ടിരുന്ന മനസ്സിലാ. രണ്ടാമത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള രണ്ടുപേരും അടിച്ചിട്ടതിന് നിങ്ങൾ ചോദിക്കാൻ വേണ്ടി സംസാരിക്കണം എന്ന് പറഞ്ഞു. ബോബോയാണ് സിറ്റുവേഷൻ ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ബോബോയെ വിളിച്ചത്. അപ്പൊ നിങ്ങൾ പറഞ്ഞു ബോബോയായിട്ട് സംസാരിക്കാൻ പറ്റില്ല, ബോ ലീഡറിന്റെ അടുത്ത് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ലൈക്ക് വണ്ടി ടെസ്റ്റിങ്ങിനായിട്ട് അവിടെ നിൽക്കുവായിരുന്നു സ്റ്റാൻഡിൽ. സോ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ ഞാൻ വരാം, വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞു. ആ സമയത്ത് പപ്പടമായിട്ട് നിങ്ങളുടെ കൂടെ ഉള്ളവര് വന്ന് ചൊറിയും സംസാരമായി നമ്മുടെ ഗ്യാങ്സിന്റെ ഫ്രണ്ടിൽ വെച്ച് അല്ലേ. വണ്ടി അവിടെ നിർത്തി വണ്ടി ഇടിച്ച് കേറ്റിട്ട് ബ്രോ സോറി പറയാത്ത ചോദിച്ചു കഴിഞ്ഞാണ് അവിടെ ഇതായി. അങ്ങനെയാണ് രണ്ടാമത്തെ സിറ്റുവേഷൻ ട്രിഗർ ആവുന്നത്. അതാണ് അവിടെ രണ്ടാമത്തെ ഞാൻ സോറി എന്ന് പറഞ്ഞ മറ്റേ ഇവിടുന്നല്ലേ മുതുക്കുന്നല്ലേ മുതുക്കില് ഓടിപ്പോയി സോറി പറഞ്ഞു. എന്റെ അതില് ഞാൻ സോറി പറഞ്ഞു. എന്റെ കൂടെയുള്ള മെമ്പറിനോട് ചോദിച്ചു, ഞങ്ങള് സോറി പറഞ്ഞു. നിങ്ങള് റോങ് സൈഡിലാണ് ബ്രോ സോറി പറഞ്ഞു. അവര് കേട്ടില്ലെന്നാണ് പറഞ്ഞത്. സോറി പറഞ്ഞു കേട്ടില്ലെന്ന്. അല്ല അത് കഴിയുമ്പോ നമ്മുടെ അടുത്ത് വണ്ടി എടുത്ത് പോയപ്പോ നിങ്ങൾ എന്തോ പറഞ്ഞിട്ടല്ലോ. എന്തോ പറഞ്ഞായിരുന്നല്ലോ. ഇല്ല ഞങ്ങള് സോറി എന്നാ പറഞ്ഞേ. ഞങ്ങള് പറഞ്ഞ പിന്നെ റേഡിയോ കോൾ എല്ലാം ഒന്ന് തന്നെ ബ്രോ അല്ല ഇപ്പൊ സിറ്റുവേഷൻ ഇത്ര ആയി ബ്രോ. ഇപ്പൊ നമ്മള് പറഞ്ഞല്ലോ, നമ്മള് നടന്ന പറഞ്ഞു. ഇപ്പൊ ഇവിടെ അടിയും കഴിഞ്ഞ് വന്ന് പറഞ്ഞു. ഇനി എന്താണ് നിങ്ങളുടെ ഇതെന്ന് പറഞ്ഞു. ബ്ലാക്ക് മണി ഇപ്പൊ എന്താണ് ബ്രോയ്ക്ക് ബ്രോ? അല്ല ബ്രോയ്ക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ബ്രോയാണ് നിങ്ങൾ സോറി പറയണമെന്നല്ല പറഞ്ഞത്. നമ്മളെ സൈഡിലോട്ട് തെറ്റ്, നിങ്ങളുടെ സൈഡിലോട്ട്. അപ്പൊ പിന്നെ രണ്ടൊരു ഇതായിട്ട് അങ്ങ് പിരിയാ. ബ്രോ ഒരു മാവിന് 1 ലക്ഷം ബൈറ്റ് ആണ് ഇവിടെ വെച്ച നിർത്താന്ന് ഒന്നും കേട്ടില്ല. നമുക്ക് എൻഡ് ചെയ്യാൻ സിറ്റുവേഷൻ. നമുക്ക് വേറെ പ്രശ്നമില്ല. ശരി എന്നാ ബ്രോ. എടാ ഇവരായിട്ട് എൻഡ് ചെയ്ത് അവരായിട്ട് വരാതെ നമ്മൾ അങ്ങോട്ട് പോകരുത് കേട്ടോ. അകാർത്ത അവർക്ക് ഇവിടെ പ്രശ്നമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. വണ്ടി മാറി ഇല്ല ബാബിസ, നമുക്ക് മെയിൻ ആൾക്കാരുണ്ട്. ചന്തിമുഖം ഒരു മാവിന് എത്ര ബ്ലാക്ക് മണി വേണം? 25 25 ലക്ഷോ? 1000. 25,000. ഓക്കെ, ഇവനെ 25,000 ബ്ലാക്ക് മണി, 1 ലക്ഷം വൈറ്റ് മണി അല്ലെങ്കിൽ ഒരു മാവ് തന്നിരിക്കണം. പക്ഷെ അവന്മാര് മാന്യമായിട്ട് വന്ന് സംസാരിച്ച് ഡീലാക്കിട്ട് പോയല്ലേ. അവന്മാര് കുഴപ്പമില്ലാതെ പോയി. അവന്മാർക്ക് സിറ്റുവേഷൻ അവന്മാര് ചെലവന്മാർക്കുള്ള പ്രശ്നം എന്നാ അവന്മാര് പറഞ്ഞില്ലേ എടുക്കാൻ. എടാ ഞാൻ ഒരു കാര്യം പറയാം. അതിന്റെ അകത്ത് 1 2 3 പേര് 3 പേര് കുഴപ്പമാണ് മനസ്സിലായ. അവന്മാര് പ്രകറിയും അതങ്ങനെയാണ് മനസ്സിലായ. ബാക്കിയുള്ളവര് ആരും പ്രശ്നമില്ല. അവർക്ക് നമ്മളായിട്ട് സിറ്റുവേഷൻ എടുക്കാനോ ഒന്നിനും താല്പര്യമില്ല. അവർക്ക് ഇതുമില്ല മനസ്സിലായ. 3 വരെയുള്ള പ്രശ്നമാണ് അത്. അവൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നല്ല രീതിയിൽ പെരുമാറും, ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് മോശം രീതിയിൽ പെരുമാറും. എനിക്ക് അറിഞ്ഞുകൂടാ അത് അവന്റെ ക്യാരക്ടർ ആണോ അതെനിക്ക് അറിഞ്ഞൂടാ ബാബു. കാരണം മനസ്സിലാവും അതിന്റെ ഒരുത്തമുണ്ട്. അവന്റെ പേരെന്തിനാണെന്ന് മറന്നൊരു അവൻ തന്നെ. അവനൊക്കെ ആദ്യം ബോബോയായിട്ട് സിറ്റുവേഷൻ വന്നപ്പോ ബോബോയൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു, അണ്ണ ഇവൻ മരണം ഇങ്ങനെ നല്ല. എടാ അന്ന് ഈ സിറ്റുവേഷൻ ആയപ്പോ സംസാരിച്ച സ്റ്റാർക്കാണ് ഇവൻ, ഒരു പച്ചമുടിയുള്ളവൻ. അവൻ തന്നെയാണ്. എടേ ഞാൻ ബോബോന്റെ അടുത്ത് പറഞ്ഞ സിറ്റുവേഷൻ എടുക്കേണ്ട വിട് എന്നൊക്കെ പറഞ്ഞു. അവനാണ് ഇവൻ. അതിന്റെ പിറ്റേന്നകത്ത് ഇവന്റെ തനി സ്വഭാവം എന്റെ എടാ അവനായിരുന്നാ. എടാ അവന്റെ കൊണയടി. എടാ എടാ അവന്റെ മുടിയൊക്കെ വെച്ച് നോക്കിയപ്പോ ഇവനല്ലെന്ന് ഓർത്ത് ഞാൻ. എന്റെ അമ്മ അവനാണ് ഇവൻ. ഞാൻ അറിഞ്ഞില്ല. ഞാനടുത്ത് വേറെ ആരെങ്കിലും എന്ന് ഇതിന്റെ ഇടയിൽ ഒരു വലിയ അത് നീ അറിഞ്ഞില്ല. ഞാൻ അറിഞ്ഞില്ല. സംഭവം ഞാൻ പറയും ഇത് ഓസിയാണ്. എന്നാലും ഞാൻ നിന്റെ അടുത്ത് കാര്യം പറയാം. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നിന്റെ അടുത്ത് ഒരു മിനിറ്റ് ബാബു, ഞാൻ ബോബിന്റെ അടുത്ത് ഒരു കാര്യം പറയാം. ഒരു മിനിറ്റ് ഞാൻ ഗ്യാങ്സിലുണ്ട്. അന്ന് നീയായിട്ട് സംസാരിച്ചതിന്റെ ദിവസം ഉണ്ടല്ലോ, അന്ന് നിന്റെ അടുത്ത് വന്ന് സംസാരിച്ചു. അതിന്റെ അന്ന് നമ്മളായിട്ട് ഒരു സിറ്റുവേഷനില്ല, ടി വി ആയിട്ട് എടുക്കാൻ താല്പര്യമില്ല. അന്ന് അവരെ ലീഡർ വന്ന് പറഞ്ഞിട്ട് പോയി. അവരെ ലീഡർ ഒരു കുഴപ്പമില്ല, ഇതുവരെ ഒരു കുഴപ്പമില്ല. ഇവന്മാര് വന്നിട്ട് പറഞ്ഞു ബ്രോ സോറി ഇനി എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്നുള്ള രീതിയിൽ ഇവന്മാരും പറഞ്ഞിട്ട് പോയി. പിറ്റേ ദിവസം ഞാൻ KKBP കയറി. ഇവൻ വന്നിട്ട് എന്റെ പേരാണ് അവിടെ ടി വി ആയെന്ന് എഴുതിയിട്ടുണ്ട്. ഇവൻ വന്നിട്ട്
ചുമ്മാ ഒന്ന് വെടിവെക്കുന്നു. അപ്പൊ ഞാൻ ഓക്കെ ലൈക്ക് രണ്ട് ഇത് എണീക്കുമ്പോ ഷീൽഡ് അടിക്കുന്ന മുമ്പ് ഇവൻ ചുമ്മാ അടിച്ചിരുന്നു. ചുമ്മാ അടിച്ചിട്ടോണ്ടേ ഇരിക്കണ ഇവൻ. അപ്പൊ ഞാൻ പറഞ്ഞു ബ്രോ ഒന്ന് എന്തിനു ബ്രോ ഒന്ന് ഷീലടിക്കാനെങ്കിലും ടൈം താന്ന് പറഞ്ഞു. അപ്പോഴെനിക്ക് മനസ്സിലായി ആകാരത്തിലുള്ളതാണ്. ലൈക്ക് അത് കഴിഞ്ഞ് ഇവന്റെ കൂടെ ഉള്ളവൻ വന്നിട്ടുണ്ട് ബ്രോ ഇത് PVP സർവറാണ് ബ്രോ ഇവിടെ ഇങ്ങനെ അടിയൊക്കെ ഉണ്ട് ബ്രോ എന്നൊക്കെ പറഞ്ഞ് ഇവന്മാര് വളഞ്ഞെടുത്ത് എന്നെ അടിക്കാൻ തുടങ്ങി. രണ്ട് സൈഡിൽ നിന്നിട്ട് ഇരുന്ന് അടിയോടടി മനസ്സിലായി എണീക്കാൻ സമ്മതിക്കില്ല അടി. അങ്ങനെ പിന്നെ നമ്മളെ പിള്ളേരെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഇവനൊക്കെ വിളിച്ച തെറി കാണണം. അത്രക്ക് വിളിച്ച് അങ്ങോട്ടും വിളിച്ചു രണ്ട് രീതിയിൽ വിളിച്ചു. അന്നത്തോടെ ഞാൻ ഇവന്മാരെ എഴുതി വെച്ചേണ്. അന്നത്തോടെ ഇവന്മാരെ ഞാൻ രണ്ടുപേരെ അന്ന് ഈ ഷാർക്ക് പിന്നെ ഈ റിയോ ജിയോ എന്ന് പറഞ്ഞ ഇപ്പൊ കോളീഡർ ആയിട്ട് വന്ന് സംസാരിച്ചു. ഇവൻ എല്ലാരും ഉണ്ട് സംഭവം. ഇവരായിട്ട് എനിക്ക് സിറ്റുവേഷൻ ഇല്ല മനസ്സിലായി. എനിക്ക് ഇവന്മാരുടെ ഒന്നുമില്ല. ഇവന്മാര് വന്ന് അടിച്ചത് എന്തിന്റെ ബേസിലാണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അവന്മാർക്ക് വെളിയിൽ ഇറങ്ങിയപ്പോ കളിയുണ്ട്. ഇവിടെ കാണിക്കാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ലീഡർ പറഞ്ഞിട്ടുണ്ട് TV ആയിട്ട് സിറ്റുവേഷൻ എടുക്കാൻ. അതാണ് അപ്പൊ അവന്മാര് അമ്പി കളിക്കണേ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ വന്ന് അവന്മാര് അമ്പി നിക്കണേ. ഇവന്മാര് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളായിട്ട് അങ്ങോട്ട് പോവാണെന്ന് കാണിക്കാൻ വേണ്ടിട്ട് മനസ്സിലായി. അവന്മാര് രണ്ടുപേരും ഇരിക്കുമ്പോ അവന്മാര് 3 പേര് ഇരിക്കുമ്പോ വന്ന് നമ്മളടുത്ത് സിറ്റുവേഷൻ ഉണ്ടാക്കും. അത് കഴിയുമ്പോ നമ്മൾ അങ്ങോട്ട് പോകും. അപ്പൊ എന്നിട്ട് ലീഡറിന്റെ അടുത്ത് കാണിക്കും TV അങ്ങോട്ട് വരുന്ന രീതിയിലാണെന്ന്. അല്ല ഞാൻ സത്യം പറഞ്ഞ അവന്റെ സ്റ്റാർക്കിന്റെ മുന്നേ ഞാൻ ഇല്ലാണ്ടായി കൺവിൻസ് ആയി പോയി. അതാണ് അവൻ കൺവിൻസിങ് ആണ്. അവൻ അവന്റെ ലീഡറിനെ വരെ കൺവിൻസ് ചെയ്യുന്നുണ്ട്. അതാണ് പ്രശ്നം. രണ്ടാമത്തെ പ്രാവശ്യം കളിപ്പിച്ചു